ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ ഷഷ്ഠീതമ സർഗ. ഹനൂമ ബലസംദുക്ഷണം. അനേകശതസാഹസ്രീം വിഷണ്ണാം ഹരിവാഹിനീം ജാംബവാൻ സമുദീക്ഷ്യൈവം ഹനുമന്തമദബ്രവീത്. വീരാ വാനരലോകസ്യ സർവശാസ്ത്രവിശാരദ തൂഷ്ണീം ഏകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസി. ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമൂഹ്യസി രാമലക്ഷ്മണയോശ്ചാപി തേജസാ ച ബലേന ച. അരിഷ്ടനേമീന പുത്രോ വൈനദേയോ മഹാബലഃ ഗരുൺമാനിധി വിഖ്യാത ഉത്തമഃ സർവഭക്ഷിണാം. ബഹുശോ ഹി മയാ ദൃഷ്ടാ സാഗരേ സാ മഹാബലഃ ഭുജഗാനുദ്ധരൻ ഭക്ഷി മഹാവേഗോ മഹായശാഃ. പക്ഷയോര്യദ്ബലം തസ്യ താവത് ഭുജബലം തവ വിക്രമശ്ച വിവേകശ്ച നദേതേനാവഹീയതേ. ബലം ബുദ്ധിശ്ച തേജശ്ച സത്വം ച ഹരിപുങ്കവ വിശിഷ്ടം സർവഭൂതേഷു കിമാത്മാനം ന ബുദ്ധ്യസേ. ആസീദ് അപ്സരസാം ശ്രേഷ്ഠ വിഖ്യാത പുഞ്ചികസ്ഥല അഞ്ജനേതി പരിഖ്യാത പത്നീ കേസരിണോ ഹരേഃ. വിഖ്യാത ത്രിഷു ലോകേഷു രൂപേണ പ്രതിമാ ഭുവി അഭിശാപാദഭൂതാദ വാനരീ കാമരൂപിണി. ദുഹിത വാനരേന്ദ്രസ്യ കുഞ്ചരസ്യ മഹാത്മന കവിത്വേ ചാരു സർവാംഗീ കഥാചിത് കാമരൂപിണി. മാനുഷം വിഗ്രഹം കൃത്വാ രൂപയൗവനശാലിനി വിചിത്രമാല്യാഭരണ മഹാർഹക്ഷൗമവാസിനി. അചരത് പർവതസ്യാഗ്രേ പ്രാവുടം ബുധസന്നിഭേ തസ്യ വസ്ത്രം വിശാലാക്ഷ്യ പീതം രക്തദശം ശുഭം. സ്ഥിതായ പർവതസ്യാഗ്രേ മാരുതോപാഹരച്ഛനേഃ സ ദദർശതസ്തസ്യ വൃത്താവൂരോസു സംഹതോ. സ്തനൗജവീനോ സഹിതോ സുജാതം ചാരുചാരണം താം വിശാലായതശ്രോണീം തനുമദ്യാം യശസ്വിനിം. ദൃഷ്ടൈവ ശുഭസർവാംഗീം പവന കാമമോഹിതഃ സദാ ഭുജാഭ്യാം ദീർഘാഭ്യാം പര്യശ്വജതമാരുതഃ. മന്മദാവിഷ്ടസർവാംഗോ ഗതാത്മാതാം അനിന്ദിതാം സാധു തത്രൈവ സംഭ്രാന്ത സുഹൃത്താ വാക്യമബ്രവീത്. ഏകപത്നീ വ്രതമിദം കോ നാശയിതുമിച്ഛതി അഞ്ജനായാ വചഃ ശ്രുത്വാ മാരുത പ്രത്യഭാഷത. നത്വാം ഹിംസാമി ശുശ്രോണീ മാ ഭൂതേ സുഭഗേ ഭയം മാരുതോസ്മി ഗതോ യത്വാം പരിഷജ്യ യശസ്വിനിം. വീര്യവാൻ ബുദ്ധിസമ്പന്നസ്തവ പുത്രോ ഭവിഷ്യതി മഹാസത്വോ മഹാതേജ മഹാബലപരാക്രമഃ. ലംഘനേ പ്ലവനേ ചൈവ ഭവിഷ്യതി മയാ സമ ഏവമുക്താ തതസ്തുഷ്ടാ ജനനീ തേ മഹാകവേ. ഗുഹായാം ത്വാം മഹാബാഹോ പ്രജജ്ഞേ പ്ലവകർഷവം അഭ്യുത്ഥിതം തതഃ സൂര്യം ബാലോ ദുഷ്ടാ മഹാവനേ. ഫലം ചേതി ജിഗുഷുസ്ത്വം ഉൽപ്ലുത്യാഭ്യുൽഘതോ ദിവം ശതാനി ത്രീണി ഗത്വാദാ യോജനാനാം മഹാകവേ. തേജസാ തസ്യ നിർധൂതോ ന വിഷാദം ഗതസ്തതഃ താവദാപത്ഹതസ്തൂർണം അന്തരീക്ഷം മഹാകവേ. ക്ഷിപ്തമിന്ദ്രേണ ദേ വജ്രം ക്രോധാവിഷ്ടേന ധീമത തഥാ ശൈലാഗ്രശിഖരേ വാമോഹനുരഭജ്യത. തതോ ഹി നാമധേയം തേ ഹനുമാനിതി കീർത്യതേ തതസ്ത്വാ നിഹതം ദൃഷ്ട്വാ വായോർഗന്ധവഃ സ്വയം. ത്രൈലോക്യേ വൃഷസം ക്രുദ്ധോ നവവോ വൈ പ്രപഞ്ചനഃ സംഭ്രാന്താശ്ച സുരാः സർവേ ത്രൈലോക്യേഷോഭിതേ സതി. പ്രസാദയന്തി സംക്രുദ്ധം മാരുതം ഭുവനേശ്വരാः പ്രസാദിതേ ച പവനേ ബ്രഹ്മാ തുഭ്യം വരം ദദോ. അശസ്ത്രവദ്യതാം ദാതാ സമരേ സത്യവിക്രമ വജ്രസ്യ ച നിപാതേന വിരുജം ത്വാം സമീക്ഷ്യ ച. സഹസ്രനേത്ര പ്രൈതാത്മാ ദദോ ദേവരമുത്തമം സ്വച്ഛന്ദതശ്ച മരണം തേ ഭൂയാദിതി വൈ പ്രഭോ. സത്വം കേസരിണ പുത്ര ക്ഷേത്രജോ ഭീമവിക്രമഃ മാരുതസ്യ ഉരസഃ പുത്ര തേജസാ ചാഭിതത്സമ.
ഏതുശസ്യ ജതേതാ വർണ്ണയാമാകതം ബലം കാര്യം ചാലോകസാമാന്യം കർത്തും ശക്തസ്ത്വമേവ ഹി ഭവാജീവാതവേസ്മാകം അഞ്ജനാഗർഭസംഭവ ത്വം ഹി വായുസുതോ വത്സ പ്ലവനീ ചാപി തത്സമഃ വയമദ്യഗതപ്രാണാ ഭവാന്നസ്ത്രാദു സാമ്പ്രതം ദാക്ഷ്യവിക്രമസമ്പന്ന പശിരാജ ഇവാപര ത്രിവിക്രമേ മയാ താദാസശൈലവനകാനന ത്രിസപ്തകൃത്വപൃഥിവീ പരിക്രാന്ത പ്രദക്ഷിണം തഥാ ചൗഷധയോസ്മാഭിः സഞ്ചിതാ ദേവശാസനാത് ദഷ്ടന്നമൃതം യാഭി തഥാസീനോ മഹദ്ബലം സ ഇദാനീമഹം വൃദ്ധ പരിഹീനപരാക്രമഃ സാമ്പ്രതം കാലമസ്മാകം ഭവാൻ സർവഗുണാന്വിതഃ തദ്വിജുംബസ്വ വിക്രാന്ത പ്ലവതാമുത്തമോഹ്യസി ത്വദ്വീര്യം ദ്രഷ്ടുകാമേയം സർവവാനരവാഹിനി ഉത്തിഷ്ഠ ഹരിശാർദൂലാലങ്കയസ്വ മഹാർണവം പരാഹി സർവഭൂതാനാം ഹനുമന്യാഗതിസ്തവ വിഷണ്ണ ഹരയഃ സർവേ ഹനുമൻ കിമുപേക്ഷസേ വിക്രമസ്വ മഹാവേഗോ വിഷ്ണുസ്ത്രീൻ വിക്രമാനിവ തതസ്തു വൈ ജാംബവതാ പ്രചോദിത പ്രതീതവേഗ പവനാത്മജക്കവേ പ്രഹർഷയം സ്ഥാം ഹരിവീരവാഹിനീം ചകാരരൂപം മഹദാത്മനസ്തദാ തതസ്തു വൈ ജാംബവതാ പ്രചോദിത പ്രതീതവേഗ പവനാത്മജക്കവേ പ്രഹർഷയം സ്ഥാം ഹരിവീരവാഹിനീം ചകാരരൂപം മഹദാത്മനസ്തദാ ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം കിഷ്കിന്ധാകാണ്ഡേ അനുമത് ബലസംദുക്ഷണം നാമ ഷഷ്ഠീതമസർഗഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 66-ാമത്തെ സർഗം ഹനുമത് പ്രശംസ. അനേകായിരം പേരടങ്ങിയ ആ കവിസേനയുടെ വിഷാദം കണ്ട് ജാംബവാൻ ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു: വാനരവീര, സർവശാസ്ത്ര വിശാരദ ഹനുമൻ, നീ ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹനുമാൻ, നീ തേജസ് കൊണ്ടും ബലം കൊണ്ടും വാനരരാജനായ സുഗ്രീവനും രാമലക്ഷ്മണന്മാർക്കും സമനാകുന്നു. അരിഷ്ടനേമിയുടെ പുത്രനും ഗരുൺമാൻ എന്ന് വിഖ്യാതനും മഹാബലനും സർവപക്ഷികളിലും ഉത്തമനുമാണ് വൈനതേയൻ. മഹാബലനായ അവൻ കടലിൽ നിന്നും പാമ്പുകളെ റാഞ്ചുന്നത് ഞാൻ പലവാറ് കണ്ടിട്ടുണ്ട്. അവൻ്റെ ചിറകുകൾക്ക് എത്ര കരുത്തുണ്ടോ അത്ര കരുത്തുണ്ട് നിന്റെ കൈകൾക്ക്. വിക്രമവും വേഗവും നിനക്ക് അവനിൽ കുറവല്ല. ബലം, ബുദ്ധി, തേജസ്, സത്വം എന്നിവ നിനക്ക് മറ്റു സകല ജീവികളിലും ഏറെയുണ്ട്. എന്നിട്ടും നീ എന്താണ് ഒരുങ്ങാത്തത്? അപ്സരസ്സുകളിൽ ശ്രേഷ്ഠയും പുഞ്ചികസ്ഥല എന്ന് വിഖ്യാതയും ആയ അപ്സരസാണ് കേസരി എന്ന വാനരൻ്റെ പ്രഖ്യാതയായ ഭാര്യ അഞ്ജന. മൂലോകങ്ങളിലും പുകൾപെറ്റവളും അഴകിൽ മഞ്ഞിൽ കിടയേറ്റവളും കാമരൂപിണിയുമായ അവൾ ശാപവശാൽ വാനരനാരിയായി തീർന്നു. വാനരേന്ദ്രനായ കുഞ്ചരൻ്റെ മകളായിട്ടാണ് അവൾ പിറന്നത്. ഒരിക്കൽ രൂപയൗവനശാലിനിയായ അവൾ മാനുഷവേഷം പൂണ്ട് പലതരം മാലകളും ആഭരണങ്ങളും അണിഞ്ഞ് പട്ടുമുടുത്ത് മഴക്കാറിനൊത്ത മലയുടെ മുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മലമുകളിൽ വാഴുന്ന വിശാലാക്ഷിയായ അവളുടെ കരചുവന്ന മഞ്ഞപ്പട്ട് മാരുതൻ മെല്ലെ നീക്കി. അപ്പോൾ അവളുടെ തടിച്ചുരുണ്ട തുടകളും ഇടതൂർന്ന് മെഴുത്തു കൊഴുത്ത മുലകളും വടിവത്ത മുഖവും അവൻ കണ്ടു. ദീർഘശ്രോണിയും കൃഷമധ്യയും സർവാംഗസുന്ദരിയും യശസ്വിനിയുമായ അവളെ കണ്ട് മാരുതൻ മാരപരവശനായി. മനസ്സ് അവളിൽ ഉറച്ച മാരുതൻ മദനവേപിതനായി അനിന്ദിതയായ അവളെ നീണ്ട കൈകൾ കൊണ്ട് പരിരംഭണം ചെയ്തു. അതുകൊണ്ട് പരിഭ്രമം പൂണ്ട സുഭദ്ര ചോദിച്ചു: എൻ്റെ ഏകപതിവ്രതം നശിപ്പിക്കാൻ നോക്കുന്നത് ആരാണ്? അഞ്ജലിയുടെ വാക്ക് കേട്ട് മാരുതൻ പറഞ്ഞു: സുന്ദരി, നിന്നെ ഞാൻ ദ്രോഹിക്കുകയില്ല. നിന്റെ മനസ്സിൽ ഖേദം വേണ്ട. യശസ്വിനി, നിന്നെ ഞാൻ പുണർന്നത് മനസ്സുകൊണ്ടാണ്. വീര്യവാനും ബുദ്ധിസമ്പന്നനുമായിരിക്കും നിന്റെ മകൻ. അവൻ മഹാസത്വനും മഹാതേജസ്വിയും മഹാബലപരാക്രമിയും ആയിരിക്കും. ഓട്ടത്തിലും ചാട്ടത്തിലും അവൻ എനിക്ക് തുല്യനായിരിക്കും. വീര, ഇത് കേട്ട് നിന്റെ അമ്മ സന്തോഷം പൂണ്ടു. വാനരോത്തമ, ഒരു ഗുഹയിൽ അവൾ നിന്നെ പ്രസവിച്ചു. ഉദിച്ചുയരുന്ന കതിരോനെ കണ്ട് കനിയെന്നോർത്ത് പറിക്കാനായി പൈതലായി നീ മാനത്തേക്ക് ഉയർന്നു. 300 യോജന ചെന്നിട്ടും സൂര്യകിരണങ്ങളേറ്റ് നീ തളർന്നില്ല.
നീ വാനിലേക്ക് ഉയരുന്നത് കണ്ട് കോപം പൂണ്ട വാസവൻ നിന്റെ നേർക്ക് വജ്രം എറിഞ്ഞു. അപ്പോൾ ഇടത്തെ ഹനു മുറിഞ്ഞ് നീ മലമുകളിൽ വീണു. അതിനാലാണ് നിനക്ക് ഹനുമാൻ എന്ന പേര് വന്നത്. നീ ഹനിക്കപ്പെട്ടത് കണ്ട് അത്യന്തം ക്രുദ്ധനായ ഗന്ധവാഹനൻ ത്രൈലോക്യത്തിൽ ഈശാദയായി. ത്രൈലോക്യം ക്ഷോഭിക്കെ സംഭ്രാന്തരായ ലോകേശ്വർ സുരന്മാരേവരും ക്രുദ്ധനായ മാരുതനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. പവനൻ പ്രസന്നനായപ്പോൾ വത്സ, ബ്രഹ്മാവ് നിനക്ക് പോരിൽ അശസ്ത്രവദ്യത്വ വരം നൽകി. വജ്രമേറ്റിട്ടും പീഡയേൽക്കാതിരുന്നത് കണ്ട് പ്രീതനായ സഹസ്രനേത്രൻ നിനക്ക് സ്വച്ഛന്ത മൃത്യുത്വം ഭവിക്കട്ടെ എന്ന ഉത്തമ വരം നൽകി. നീ കേസരിയുടെ ഭീമവിക്രമനായ ക്ഷേത്രജനും മാരുതൻ്റെ ഔരസപുത്രനും തേജസ്സിൽ തത്സമനും ആകുന്നു. വത്സ, വായുപുത്രനായി നീ ചാട്ടത്തിലും അവന് സമനാകുന്നു. ഞങ്ങളിപ്പോൾ ഗതപ്രാണരാണ്. സമർത്ഥനും വിക്രമനും സുഗ്രീവ സമനുമായ നീ ഞങ്ങളെ രക്ഷിക്കണം. വത്സ, ത്രിവിക്രമാവതാര കാലത്തിൽ ഞാൻ സശൈല വനകാനനമായ ഭൂമിക്ക് 21 വട്ടം വലം വെച്ചു. ദേവശാസനമനുസരിച്ച് വദനത്താൽ അമൃത് ലഭിക്കാൻ ഉതകുന്ന ഔഷധികളും ഞാൻ സഞ്ചയിച്ചു. അന്ന് എനിക്ക് പെരുത്ത കരുത്തുണ്ടായിരുന്നു. ഞാനിപ്പോൾ വൃദ്ധനായിരിക്കുന്നു. പരാക്രമം ഒക്കെ പോയി. ഇന്നിപ്പോൾ നീയാണ് നമ്മളിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ. വീര, ഉണർന്നു ഉയരുക. വാനരന്മാരിൽ ഉത്തമനാണ് നീ. വാനരവാഹിനിയെല്ലാം നിന്റെ വീര്യം കാണാൻ കാത്തിരിക്കുകയാണ്. വാനരവീര, എഴുന്നേൽക്കുക. കടൽ ചാടിക്കടക്കുക. ഹനുമാൻ, സകല ജീവികളിലും മേലെയാണ് നിന്റെ ഗതി. വാനരന്മാരെല്ലാം വിഷണ്ണരാണ്. ഹനുമൻ, നീ എന്താണ് മടിച്ചിരിക്കുന്നത്? വിഷ്ണു മൂവടി അളന്നതുപോലെ നീ വിക്രമം കാണിക്കുക. കവിവരനാൽ ഇപ്രകാരം പ്രചോദിതനും സ്വവേഗം ഓർമ്മ വന്നവനുമായ പവനപുത്രൻ ആ വാനരസേനയ്ക്ക് സന്തോഷം ഉളവാകുമാറ് അപ്പോൾ തൻ്റെ രൂപത്തെ വലുതാക്കി. ഇതോടുകൂടി 66ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.